നമസ്തേ. 2022 അന്ന് 67 വയസ്സുള്ള വി ശിവൻകുട്ടി കുട്ടികളുടെ ശിവൻകുട്ടി അപ്പൂപ്പനായി ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് ബ്രാൻഡ് ചെയ്യപ്പെട്ട കുട്ടികളുടെ അപ്പൂപ്പന്മാർ ഗാന്ധി അപ്പൂപ്പൻ തുടങ്ങി അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ രാജേട്ടനെയും കുമ്മനത്തെയും പൊതുവിൽ പ്രവർത്തകർ രാജേട്ടൻ എന്നും കുട്ടികൾ അപ്പൂപ്പൻ എന്നും വിളിക്കുന്ന പ്രവണതകൾ കണ്ടുവന്നിട്ടുണ്ട്. നെഹ്റു കുട്ടികൾക്ക് ചാച്ചയായിരുന്നു. ഇനിയും ചാച്ചയായിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ ശിശുദിന പരിഗണന. ഇപ്പോൾ 73 വയസ്സുള്ള മമ്മൂട്ടി മുതിർന്നവർക്ക് മാത്രമല്ല പൊടിപ്പിള്ളേർക്ക് വരെ മമ്മൂക്കയാണ്. ഇക്ക എന്നാൽ ഏട്ടൻ തന്നെ. ലാലേട്ടനും അങ്ങനെ തന്നെ. വാക്ക് കൂട്ടിച്ചൊല്ലാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ 64 വയസ്സുള്ള മോഹൻലാൽ ലാലേട്ടനാണ്. ശിവൻകുട്ടിയും 72 വയസ്സുള്ള കുമ്മനത്തെയും അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നത് പോലെ 73 വയസ്സുള്ള മമ്മൂട്ടിയെയും 64 വയസ്സുള്ള മോഹൻലാലിനെയും അപ്പൂപ്പ എന്ന് വിളിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാമൂഹ്യ ബോധം ഇവിടെ രൂഢിയായി തന്നെ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ കുട്ടികളുടെ രാജീവേട്ടനാകുന്നതിന്റെ ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെടുന്നത്. ശിവൻകുട്ടി അടക്കമുള്ള രാഷ്ട്രീയക്കാരെ വിടാം, എന്നാൽ 73കാരനും 64കാരനും കൊച്ചു കുഞ്ഞുങ്ങളുടെ ഏട്ടന്മാരാകാമെങ്കിൽ അവരെക്കാളൊക്കെ പ്രായം കുറഞ്ഞ 60കാരനായ ഇന്ത്യ മുഴുക്കി സഞ്ചരിച്ച തൃശൂരിൽ വളർന്ന വിദ്യാഭ്യാസം ചെയ്ത പട്ടാളക്കാരനായ എയർ കമാൻഡർ MK ചന്ദ്രശേഖരന്റെ പുത്രനായ രാജീവ് ചന്ദ്രശേഖരന് മുതിർന്നവരുടെ മാത്രമല്ല കുട്ടികളുടെ രാജീവേട്ടനാകുന്നത് തന്നെയാണ്. മന്ത്രി ശിവൻകുട്ടി അപ്പൂപ്പ എന്ന് വിളിക്കുന്ന പിള്ളേരെ കൊണ്ട് രാജവേട്ട എന്ന് വിളിപ്പിക്കുന്നത് നല്ലൊരിതായിട്ടുണ്ട്. ടീമിന്റെ കുസൃതി ലേശം കൂടുന്നുണ്ട്.